ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാടുകാണി ചുരം ഉണ്ടല്ലോ, നിലമ്പൂരുള്ള അതുവഴി നമുക്ക് വൺ ഡേ ഒക്കെ പോകാൻ പറ്റിയ അടിപൊളി ടൂറിസ്റ്റ് ലൊക്കേഷൻ കേട്ടോ. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ്. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇറങ്ങിയാൽ മതി, സാവധാനത്തിൽ ഇറങ്ങിയാൽ മതി. അങ്ങനെ നാടുകാണി ചുരം വഴി ഗൂഡല്ലൂർ വഴി നമുക്ക് മുതുമലൈ മൈസൂർ റൂട്ട്, അതാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചുരമാണ് നിങ്ങൾക്ക് കാണുന്നത്. നമ്മൾ ഈ ചുരത്തിൽ ഒരുപാട് വട്ടം പോന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുറേ വെള്ളച്ചാട്ടം കാണുമ്പോഴും നമ്മൾ നിർത്തലില്ല. ഇപ്രാവശ്യം നമ്മൾ ഓരോ വെള്ളച്ചാട്ടം നല്ല ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ ഇവിടുന്ന് കുറേ ആൾക്കാർ വണ്ടി കഴുകാൻ വേണ്ടി വെള്ളം എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ റൂട്ടിലൂടെ അന്യ സംസ്ഥാനത്ത് സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ കേരളത്തേക്ക് വന്നുകൊണ്ട് കേട്ടോ, ആ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടിക്ക് പെട്രോൾ അടിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് കേട്ടോ. നമ്മുടെ നാട്ടിലേറെ 2 റുപ്യ കമ്മിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിട്ടോ. അവിടുത്തെ അണ്ണൻ നമ്മൾ സബ്സ്ക്രൈബർ ആയിനി, അപ്പോൾ നമുക്ക് ലൈക്കും ഹായൊക്കെ തന്നിട്ടാണ് വിട്ടത്. ഇപ്പം നമ്മൾ കാണുന്ന വീടുകളാട്ടോ അവിടുത്തെ ആൾക്കാർ വീടുകൾ. സാധാരണ ഒരു വീടാണ്, ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ സീറ്റിട്ട വീടുകളാണ്. അവിടുത്തെ ക്ലൈമറ്റിനൊക്കെ അതാണ് ബെറ്റർ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി പണിമാളികകളൊന്നുമില്ല, വലിയ വലിയ വീടുകൾ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ചെറിയ ചെറിയ വീടുകളാണ്. പിന്നെ അവിടുത്തെ ഒരു പലചരക്കടയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ ഈ റോഡ് ഫുള്ള് എപ്പോഴും ടൂറിസ്റ്റുകാരെ കൊണ്ട് തിരക്കി കയറും. പിന്നെ ഒരുപാട് നമ്മൾ ഈ പോണ റൂട്ടിലൊരു റംബുട്ടാൻ, ബട്ടർ, ഞങ്ങൾ ഏതായാലും പോയ സമയത്ത് റംബുട്ടാൻ്റെ ഒക്കെ സീസൺ കേട്ടോ. പിന്നെ നമ്മളെ മെയിൻ ആശാന്മാരാണ് ഇവർക്ക് ഫുഡ് നമ്മൾ കൊടുത്തപ്പോൾ ഓടി വന്ന് കഴിക്കണ രംഗാട്ടത്. പിന്നെ നമ്മൾ വന്ന വഴി നമ്മുടെ നാടുകാണി ചുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചരക്കുകൾ നീക്കം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരനെ കണ്ടുപിടിച്ച ചുരമാണ്. ഒരു ആദിവാസിയാണിത് പറഞ്ഞു കൊടുത്തിട്ടോ റൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ മാതിരി തന്നെ. പിന്നെ റൈഡേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഈ റൂട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ റൂട്ടാണ്. അടിപൊളി വ്യൂ ആണ്. നാച്ചുറലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വ്യൂ ആസ്വദിച്ച് പോകാം. തേയിലത്തോട്ടവും യൂക്കാലിപ്പിൻ്റെ മരങ്ങളും, മെയിനായിട്ട് ഇവിടെ എസ്റ്റേറ്റാണ്, ഈ തേയിലേൻ്റെ ഒക്കെ എസ്റ്റേറ്റാണ്. ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർ തന്നെ ഇവിടെ വന്നാണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും ഈ റൂട്ടിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ, കുറേ ടീ ഫാക്ടറികളൊക്കെ കാണാൻ കഴിയും. ഇവിടുത്തെ ടീ ഫാക്ടറിയിലൊക്കെ പോയാണ്ട് നമുക്ക് ടിക്കറ്റൊക്കെ കൊടുത്താണ്ട് നമുക്ക് അവിടുത്തെ തേയിലകളൊക്കെ പരിശോധിക്കട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേനോ നമുക്ക് ബട്ടറിൻ്റെ സീസണാന്ന് പറഞ്ഞില്ലേനോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1 കിലോ ബട്ടർ വാങ്ങിയിട്ടോ. നമ്മുടെ നാട്ടിലേറെ 100 റുപ്യൻ്റെയൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. 60 റുപ്യാണ് ഇവിടെ കിലോ, നമ്മുടെ നാട്ടിലൊക്കെ 150 ആണ്. പിന്നെ നല്ല പൈസ ബട്ടർ നോക്കിയാണ് വാങ്ങി ജ്യൂസ് അടിക്കാൻ വേണ്ടി വീട്ടിലേക്ക്. അവിടുത്തെ ചേട്ടന്മാരും അതേമാതിരിയാണെങ്കിൽ അണ്ണന്മാരൊക്കെ അടിപൊളിയാണ്. അങ്ങനെ 1 കിലോ ബട്ടറൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, ഈ വലത്തെ ഭാഗത്ത് കാണുന്ന ഈ തേയിലത്തോട്ടം. ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ, ഈ നാച്ചുറലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ലൊക്കേഷനാണ് ഈ സേവ് ലൈറ്റ്. അതേമാതിരി ഷൂട്ടിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ഒരു പുഴ ഉണ്ട് കേട്ടോ. പുഴയെന്ന് പറയാൻ പറ്റില്ല, ഈ 2 പുഴ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഇവിടെ. നിന്നാണിത് ഒന്നായിട്ട് ഒഴുകണ സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഒഴുകി ഇങ്ങനെ പോകും. ഇവിടെ നമ്മൾ മലയാളികളൊക്കെ ടൂറിസ്റ്റ് ട്രാവലർ ബസ്സിലൊക്കെ വന്നാൽ ഇവിടെയൊക്കെ നിർത്തിയാണ്ട് ചായ കുടിക്കാനും അതേമാതിരി പ്രഭാത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ ഏകദേശം മുതുമലൈ ടൈഗർ റിസർവ്ക്ക് എത്തി. അവിടുന്ന് ഒരു രംഗം കണ്ടു ഞങ്ങൾ. ഒരുപാട് വട്ടം ഇങ്ങോട്ട് ഈ റൂട്ടിൽ പോന്നിട്ടുണ്ടെങ്കിലും ആനനെ നമ്മൾ ഇങ്ങനെ ഒരു രൂപത്തിൽ കണ്ടിട്ടില്ല. ഇത് വളർത്തുന്ന ആനൊന്നുമില്ല കേട്ടോ, കാട്ടുത്ത ആന തന്നെയാണ്. നല്ല ചളിയിലൊക്കെ പൂണ്ട് നല്ല സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് പ്രതിമയായിരിക്കും, പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ജീവനുള്ളതാണ്. ഇതെല്ലാം ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോന്നു. ഞങ്ങളുടെ ഫോറസ്റ്റിൻ്റെ ഫസ്റ്റ് കണി തന്നെ ആന ആയതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടോ. മാന്, കരടി, അതേമാതിരി കാട്ടുപോത്ത്, പിന്നെ കുരങ്ങന്മാരിൽ തന്നെ വെറൈറ്റി കുരങ്ങന്മാരുണ്ടല്ലോ, സിംഹവാലിൻ്റെ ഒക്കെ മാതിരിയുള്ള കുരങ്ങന്, അതേമാതിരി സാധാ കുരങ്ങൻ, മയിലുകൾ, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ഈ സമയത്ത് വന്നുകൊണ്ട് ഈവനിങ് സമയത്തൊക്കെ വന്നാൽ നമുക്ക്, അതും ശനി ഞായറൊന്നും വരരുത്, ടൂറിസ്റ്റുകൾ കുറഞ്ഞ ദിവസങ്ങളിലൊക്കെ വരാൻ നോക്കുക. തിങ്കൾ,
ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ വരാൻ നോക്കിയാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിയും. പിന്നെയാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ഞങ്ങൾ ഇത്രയും കാലമായി കൂടെ പോന്നിട്ട് ഞങ്ങൾ കരടിനെ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കരടിനെ കാണാൻ കഴിഞ്ഞു. നല്ല അടിപൊളി കരടി കുട്ടൻ കേട്ടോ. ഏതായാലും മൂപ്പര് തീറ്റ കണ്ടുപിടിച്ച തിരക്കിലാണ്ട് ഞങ്ങളൊന്നും കണ്ടില്ല. ഒന്നിനല്ല കേട്ടോ, 2 ഞങ്ങൾ കണ്ടു അന്ന് ആ സമയത്ത് ഈ റൂട്ടിൽ പോന്നപ്പോൾ. പിന്നെ മയിലുകൾ, ഇത് സാധാരണയായിട്ട് കാണുന്നതാണ് മയിലുകൾ, അതേമാതിരി മാനുകൾ. മയിലുകളൊക്കെ ഒന്നല്ല കേട്ടോ, കുറേ ഒരുപാടുണ്ട്, കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആൺമയിലുകളാണ് തോനെയുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ കരടി, ഇത് വേറെ ലൊക്കേഷൻ കേട്ടോ. രണ്ടാളും നല്ല തീറ്റ തേടി നടക്കുന്ന സമയമാണ്. പിന്നെ മാനുകൾ, കുരങ്ങന്മാർ, ഓലൊരു സങ്കേതമാണ് ഇവിടെ ഈ റോട്ടിന് പോന്നാൽ. മാനുകളൊക്കെ നമുക്ക് ഒരുപാട് കാണാം കേട്ടോ. ഫാമിലി ആയിട്ട് നിന്നാണ്ട് ഒക്കെ ഒരു കൂട്ടായിട്ട് നിൽക്കുള്ളൂ. ഒറ്റയ്ക്ക് ഏതായാലും മാനുകൾ നിൽക്കില്ല. എല്ലാവരും കൂട്ടായിട്ട് നിൽക്കുള്ളൂ. കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കുക, ചാടി കളിക്കുക. അങ്ങനെ കൊമ്പുള്ള മാനുകളാട്ടോ ഒരുപാട്. ഇതിൽ കൂടുതൽ കൊമ്പുള്ള മാനുകളാണ്. കൊമ്പുള്ള മാനുകളൊക്കെ കാണാൻ ഒരുപാട് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു കൂട്ടായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏതായാലും ഒരു 5 മണി 5:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. ഏതായാലും അടുത്ത് ഏതായാലും ഇരുട്ടൊക്കെ ആയനായില്ലേ. അപ്പോൾ ഒരു അടുത്ത ലൊക്കേഷനിലേക്ക് പോയോണ്ടിരിക്കണം. നൈറ്റ് ആയാലും സേഫായ സ്ഥലം തന്നെ വേണം. അതിനുള്ള സേഫായ സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഒരുപാട് കടുവ ഒക്കെ ഉള്ള ഒരു ഫോറസ്റ്റാണിത്. പിന്നെ ഇതാ ഒരു മയിൽ, നല്ല അടിപൊളി സീനറി കേട്ടോ. നമുക്ക് ഫോറസ്റ്റിൽ ഇങ്ങനെ മയിലൊക്കെ നല്ല സൗണ്ടാണ്. മയിലിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതിൻ്റെ മെയിനായിട്ട് ഒരു ഭംഗി അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാം. പിന്നെ ഈ പൊയിലാണ് കേട്ടോ ഇവിടെ എലിഫൻ്റ് ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ എലിഫൻ്റ് കുളിക്കാനും അതുപോലെ എലിഫൻ്റ് കുടിക്കാനൊക്കെ ഈ പൊയിലാണ് അനനോല് കൊണ്ടുവരിക, പാപ്പന്മാർ കൊണ്ടുവരിക. ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ എലിഫൻ്റ് ക്യാമ്പ് നടക്കുന്നത്. നമ്മുടെ കുങ്കിയാനകളൊക്കെ അല്ലേ കടുവനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് കുങ്കിയാനകൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. നമുക്കിവിടെ ഈ റൂട്ടിന് പോകുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ കുങ്കിയാനകളെ കാണാൻ കഴിയും. അതിലൊരു കുങ്കിയാനായിട്ട് ഇത് പോയോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്താണ്ട്. അവരെ മെയിൻ ഒരു ലൊക്കേഷനാണിത്. നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ മസിനഗുഡി റോഡ് എത്തുന്നതിൻ്റെ നേരെ മുമ്പിലാണിത് ലൊക്കേഷൻ കിടക്കുന്നത്. ഈ 2 ഭാഗത്തും ഫോറസ്റ്റുകാർ മെയിൻ ക്യാമ്പാണ് കേട്ടോ. ഇവിടെ ഒരു ഫോറസ്റ്റ് വണ്ടി കയറുന്നതൊക്കെ കാണാം. ഇതാണ് ഊട്ടിയിലേക്കുള്ള നമ്മൾ മസിനഗുഡി റോഡ് കേട്ടോ. ആ റോട്ടിലൂടെ ഞങ്ങൾ കടന്നു. കുറച്ച് ഞങ്ങൾ പോയിട്ടുള്ളൂ, ഒരുപാടൊന്നും പോയിട്ടില്ല. അത് ആ റോഡിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ റോഡിൽ പോകുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികൾ കളിച്ചിരിക്കുന്ന ക്യാമ്പ് കേട്ടോ. ഇവിടുത്തെ കുട്ടികളൊക്കെ കളിക്കാൻ വരുന്ന സ്ഥലമാണ്. ഫോറസ്റ്റുകാരെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു കുങ്കിയാനാണ് അവിടുന്ന് നടന്നു വരുന്നത്. പൊയിൽ നമുക്ക് യാത്രക്കാർക്ക് ചാടി കുളിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഒരുപാട് മുതലകളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ആ കുങ്കിയാൻ്റെ പുറത്തുണ്ട് ആ പാപ്പാന് ഈ പുഴ മുറിച്ച് കടന്നത്. കാണുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും ഈ ആനകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ കാട്ടാനകളൊക്കെ മദ്ദളകുമ്പോഴൊക്കെ ഈ ആനകളാണ് പിടിക്കാൻ വേണ്ടി വരിക. അതേമാതിരി ഈ ആനകളൊക്കെ ട്രെയിൻ ചെയ്ത ആനകളായതുകൊണ്ട് പെട്ടെന്ന് വന്യമൃഗങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ ഇവർക്ക് പെട്ടെന്ന് സാധിക്കും. ഇപ്പോൾ വയനാടൊക്കെ കടുവകളൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആനകളുടെ സഹായമൊക്കെ തേടാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ നാട്ടിലത്തെ 7 മണി കേട്ടോ. രാത്രി 7 മണിയാണ്. നല്ല വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കണ്ടാൽ നമുക്ക് തോന്നുക ഒരു 5 മണി 4 മണി എന്നൊക്കെ പറയുള്ളൂ. നല്ല വെളിച്ചമുണ്ട്. പിന്നെ ഇവിടെ ഇരുട്ടാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും നേരം വെളുക്കാനും ഒരുപാട് സമയമെടുക്കും. 6 മണിക്കൊക്കെ വന്നാലും ഒരു 5 മണി 4 മണിക്ക് ശേഷമാണ് നേരം വെളുത്തിട്ടുണ്ടാവില്ല ഇവിടെ. അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടിയാണിത്. ഒരു പ്രത്യേകത ഉള്ളത് ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ്. രാത്രിയൊക്കെ ഈ റോഡിൽ വന്നവർക്കറിയാം, ഈ റോഡിൽ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫോറസ്റ്റ് അടക്കും, ചെക്ക് പോസ്റ്റ് അടക്കും. എന്നാലും
കാട്ടിലൊക്കെ വണ്ടി ആയിട്ട് വന്നവരൊക്കെ ചിലപ്പോൾ തമ്പടിച്ച് നിൽക്കലുണ്ട്. മൃഗങ്ങളൊക്കെ അറിയാം. ബസ്സിനൊക്കെ KSRTC അറിയാം. റോട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടാവും. കാണപ്പെടാറുണ്ട്. ഒരു 6, 7, 8 മണിക്കായ കാണലുണ്ട്. നമ്മളൊക്കെ വാട്സപ്പിലൊക്കെ വീഡിയോ കാണലുണ്ട്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.